ഇത് നിരാശാജനകമായ ബജറ്റാണ്. കേരളത്തെ പൂർണ്ണമായും തടഞ്ഞ ബജറ്റാണ്. സമ്മർദ്ദത്തിന് വിധേയമായി സമ്മർദ്ദത്തിന് വഴങ്ങിയുള്ള ബജറ്റാണ്. ചില പ്രത്യേക, അതായത് പ്രളയം ഉണ്ടാകാത്ത സംസ്ഥാനങ്ങൾക്ക് പ്രളയം തടയാൻ വേണ്ടിയുള്ളത് കൊടുക്കുകയും പ്രളയമുണ്ടായി നശിച്ചു വീണതിൻ്റെ കോമ്പൻസേഷൻ ഒന്നും ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന അസമത്വത്തിൻ്റെ ബജറ്റാണ്. ഇങ്ങനെ കാതലായ നിരീക്ഷണങ്ങളാണ് ശ്രീ രാധാകൃഷ്ണൻ എം പി മുമ്പോട്ട് വെച്ചത്. തീർച്ചയായും അജിംഷാദ് തന്നെയാണ്. കാരണം കേരളത്തിൽ കാണിച്ച പൂർണ്ണമായ അവഗണന തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. പ്രത്യേകിച്ച് ഈ മൂന്നാം മോദി സർക്കാരിനെ താങ്ങി നിർത്തുന്ന ബീഹാറിനും അതോടൊപ്പം തന്നെ ആന്ധ്രയ്ക്കും മാത്രമായി പ്രത്യേക പാക്കേജുകൾ നൽകുന്നു. അങ്ങനെ അവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബജറ്റായി മാറിയിരിക്കുന്നു. ഒരു ദേശീയ പൊതു സ്വഭാവം നഷ്ടപ്പെട്ട ഒരു ബജറ്റ് എന്ന് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല കേരളത്തിൻ്റെ നിരവധി ചിരകാല ആവശ്യങ്ങൾ, എയിംസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല കേരളം നമുക്കറിയാം 2018 ഉൾപ്പെടെ എല്ലാം തന്നെയും വലിയ പ്രളയക്കെടുതി അനുഭവിച്ച ഒരു സംസ്ഥാനം കൂടിയാണ്. ഈ പ്രളയക്കെടുതിയിൽ പോലും ഒരു സഹായം കേരളത്തിന് ഇതുവരെയും ലഭ്യമായിട്ടില്ല. മാത്രമല്ല കേരളം മറ്റു ഇടങ്ങളിൽ അല്ലെങ്കിൽ വിദേശ സഹായം സ്വീകരിച്ചപ്പോൾ അതുപോലും തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യമാണ് അന്ന് മോദി സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഈ പ്രളയം ഉണ്ടാകുമെന്ന് ഒരു സൂചന ലഭിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലും പ്രളയ സഹായം നൽകുന്നു. ഇപ്പോൾ ഉത്തരാഖണ്ഡിലും അതോടൊപ്പം തന്നെ അസമിലും ഹിമാചലിലും തന്നെയും പ്രളയ സഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ കേരളത്തിന് ഒരു രൂപ പോലും ഒരു പ്രളയ സഹായം പ്രഖ്യാപിച്ചിട്ടില്ല. എയിംസ് അടക്കമുള്ള ആവശ്യങ്ങൾ കേരളം ചിരകാലമായി ഉന്നയിക്കുന്നതാണ്. എല്ലാ തവണയും പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ കേരളത്തിന് എയിംസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം ജോൺ ബ്രിട്ടാസ് എം പി അദ്ദേഹം പ്രത്യേകമായി കോഴിക്കോട് കിന്നാരൂരിൽ ഇത്തരത്തിൽ സ്ഥലമേറ്റെടുപ്പെല്ലാം തന്നെ പൂർത്തിയായി. ഒരു 10 വർഷക്കാലമായി നമ്മൾ കാത്തിരിക്കുന്ന ഒരു പദ്ധതി, ഈ എയിംസ് ഇത്തവണയെങ്കിലും വിലമനാശപ്പെട്ടുകൊണ്ട് ജോൺ ബ്രിട്ടാസ് എം പിയും കൃത്യമായ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെയും ഇത്തവണയും ഒരു അവഗണന കേരളത്തോടുണ്ടായിരിക്കുന്നു. കേരളത്തിൽ ഇത്തവണ എയിംസ് അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും തീർത്തും അവഗണന ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും പൂർണ്ണമായും കേരളത്തെ അവഗണിക്കുന്ന ഒരു ബജറ്റ് എന്ന് തന്നെ പറയാം. അതോടൊപ്പം തന്നെ ഈ നരേന്ദ്രമോദി സർക്കാരിനെ, കേവല ഭൂരിപക്ഷമില്ലാത്ത മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്ന, അതോടൊപ്പം തന്നെ ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേകമായ സഹായങ്ങൾ അല്ലെങ്കിൽ വാരിക്കോരി കൊടുക്കുന്ന ഒരു സമീപനം മോദി സർക്കാർ നടത്തിയിരിക്കുന്നു. കൃത്യമായി പറഞ്ഞാൽ ഒരു ദേശീയ സ്വഭാവമില്ലാത്ത ബജറ്റ് എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കേണ്ടി വരും അജിംഷാദ്. തീർച്ചയായും നിരാശാജനകമായ ബജറ്റ് എന്ന് തന്നെയാണ് ശ്രീ കെ രാധാകൃഷ്ണൻ എം പി ഇതിനോട് പ്രതികരിച്ചത്. കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല.